നമസ്കാരമുണ്ടേ. കാലം കരുതി വെച്ച കർമ്മ, അച്ഛൻ്റെ പേരിൽ പിരിവ് നടത്തുന്ന മകൾ, കൈക്കൂലി പിരിവ് നടത്തുന്ന മകൾ, 1.78 കോടി കർമ്മ. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, ഞാൻ വീണ്ടും അത് പറയേണ്ട കാര്യമില്ലല്ലോ. തൈക്കണ്ടി കുടുംബത്തിൽ രാത്രി കാലങ്ങളിലെ ഉറക്കം കുറവ് എന്നാണ് പുറത്തെ പറച്ചിൽ. ഉള്ളതാണോ പിണറായി? ആൾക്കാരൊക്കെ ഓരോന്ന് പറയുന്നുണ്ട്, പക്ഷേ ഞാനതൊന്നും വിശ്വസിച്ചിട്ടില്ല. താൻ എന്തു തന്നെ ചെയ്താലും അത് തനിക്ക് തന്നെ കിട്ടും എന്ന് പറയുന്നതാണ് കർമ്മ എന്നാണ് ചൊല്ല്. ഞാൻ പുര കത്തുമ്പോ വാഴ വെട്ടുകയെന്ന് വിചാരിക്കരുത്. അല്ല, എന്നെ പറ്റി അങ്ങനെ കരുതില്ല എന്ന് എനിക്കറിയാം. കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യ വിനോദിനി കർമ്മയെക്കുറിച്ചൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്. ഇതിനു പിന്നാലെ ഇപ്പോൾ കോടിയേരിയുടെ ഭാര്യ വിനോദിനി പങ്കുവച്ച വാട്സപ്പ് സ്റ്റാറ്റസും ഏറെ ശ്രദ്ധിക്കപ്പെടുകയാണ്. നീ രക്ഷപ്പെടുമെന്ന് തോന്നുന്ന നിമിഷം കർമ്മ കൃത്യമായി കണക്ക് തീർക്കും. കർമ്മ വൈകിയെത്തും, പക്ഷേ ഒരിക്കലും വഴിതെറ്റില്ല. കണക്കുകൾ ചോദിക്കാനുള്ളതാണ്, അത് ചോദിക്കുക തന്നെ വേണം. ഞാൻ എന്തൊക്കെയായി കേൾക്കണേ? കരക്കാരൊക്കെ എന്തൊക്കെയാ പറയുന്നത് അറിയാം അമ്മയ്ക്ക്. നാട്ടിൽ കൂടി ഇറങ്ങിയെടുക്കാൻ വയ്യാണ്ടായി. പണ്ട് പിണറായി ഭരിക്കുന്ന കാലത്ത് അനിയൻ ബാബ, ചേട്ടൻ ബാബ, പിണറായി, കോടിയേരി ദാ ഇങ്ങനെയായിരുന്നു. അതിനിടയിലാണ് നമ്മുടെ ബിനോയ് കോടിയേരി വരുന്നത്. കേസും കഞ്ചാവും അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോഴാണ് ഇ ഡി കൊണ്ടുപോയതിന് പിന്നാലെ ഇങ്ങനെ പറഞ്ഞു ഒരു പത്രസമ്മേളനത്തിൽ. ഇങ്ങനെയായിരുന്നു സ്വന്തം മക്കളെക്കുറിച്ച് നമ്മുടെ പിണറായി പറഞ്ഞത്. നല്ല രീതിയിൽ ജീവിച്ചു പോവുകയാണ്. ഒരു ദുഷ്പേരും എനിക്കുണ്ടാക്കിയിട്ടില്ല. മക്കൾ ദുഷ്പേരുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെല്ലാം ശ്രദ്ധയിലുണ്ടാവുമല്ലോ. അതോടുകൂടി ചേട്ടനും അനിയൻ ബാബയെ അടിച്ച് പിരിഞ്ച്. ഞാൻ പറയുന്നു ഒന്ന് കേൾക്കുക. വേണ്ട, ചെറിയ കാര്യങ്ങൾ അതെന്തായാലും എന്നെ നോവിക്കും, പ്രത്യേകിച്ചും തൻ്റെ അടുത്തുനിന്നാകുമ്പോൾ. കടവുളെ നിങ്ങളാ. ആ പാർട്ടി നിലപാടിൻ്റെ ഒപ്പമാണ് ഈ പറയുന്ന പാർട്ടി അംഗങ്ങളായിട്ടുള്ളവർ സഞ്ചരിക്കേണ്ടത്, അല്ലെങ്കിൽ എടുക്കേണ്ടുന്ന നിലപാട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അവസരത്തിൽ നിന്നുകൊണ്ട് മുൻകാലത്ത് ഇത്തരത്തിലുള്ളൊരു നിലപാടല്ലല്ലോ എടുത്തത്. വഞ്ചനകളുടെ കഥകളുള്ളത് കൊണ്ടാണ്. ആ നിലപാട് എന്താണോ അതാണ് എൻ്റെ നിലപാട്. അതെ, അമ്മയ്ക്കൊരു നിലപാട്, മോനൊരു നിലപാട്. സഖാക്കളെ മുന്നോട്ട്, ലാൽസല. പിടിച്ചു പുറത്താക്കണം ഇവനെ. Don't touch me. മഹാഭാരതത്തിലെ കർണനെ പോലെ ഞാൻ ഇനിയും വരും. അടുത്ത് മീഡിയക്കാരെ നിങ്ങളോടാ. ആദ്യം ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ എപ്പോഴാണ് മറുപടി പറയേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിൽ എനിക്ക് തരണം. നിങ്ങളോടാണ്. നിങ്ങളെ വിടില്ല ഞാൻ. നിങ്ങളോടാ, വീണ്ടും നിങ്ങളോടാണ്. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. അതുകൊണ്ട് നമ്മുടെ സ്വന്തം CM പൂക്കി സതീശൻ. പൂക്കി അങ്ങ് എന്തു ചോദിച്ചാലും ഉടനടി മറുപടിയാണ്. ചറപറ മറുപടി, വെറുതെ മറുപടിയല്ല, ചറപറ. അപ്പം തന്നെ കൊടുക്കും മറുപടി. ഇതാ ഇങ്ങനെ. ഞാൻ മറുപടി പറഞ്ഞില്ല, മൗനി ബാബയാണ് 12 പ്രാവശ്യം ചോദിച്ചു. എങ്ങനെയാണ് ചോദിച്ചതെന്നറിയാം? ഒന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് നടക്കാൻ ഇറങ്ങിയതാണ്, വീട്ടിൽ നിന്ന്. അപ്പം ചോദ്യം, അയാളെ വീഴ്ത്താൻ ഞാൻ പോയാലേ ശരിയാവുള്ളൂ, വേറെ ആരും പോകണ്ട. എന്തൊരു ബഹളമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അകത്ത് കയറി കുളിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീണ്ടും മൈക്ക് വെച്ച് ചോദ്യം. ഞാൻ കേരള ഹൗസിലേക്ക് കയറുമ്പോൾ ചോദ്യം, ഇറങ്ങുമ്പോൾ ചോദ്യം. പിന്നെ ഞാൻ വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ ഒരു മൈക്ക് എൻ്റെ മുഖത്ത് വന്നാണ് ഇടിച്ചത്. കാര്യമായിട്ടൊന്നും പറ്റില്ലെന്നാ തോന്നണേ. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഇപ്പം നിങ്ങളോട് രഹസ്യമായിട്ട് പറയാം. എൻ്റെ മുഖത്താണ്. ഞാൻ ഒന്നും പറഞ്ഞില്ല, സത്യം. എന്നിട്ട് എന്നോട് ചോദിച്ചു, അപ്പോഴും ഞാനൊന്നും പറഞ്ഞില്ല. എപ്പോഴാണ് പറയേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും ദയവ് ചെയ്ത് എനിക്ക് തരാം. വെറുതെ എന്നെ മാത്രമല്ല. അപ്പം മറുപടി, നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശം പോലെ തന്നെ എനിക്ക് മറുപടി പറയാനുള്ള അവകാശം കൂടി എനിക്ക് തരണം. ചോദ്യം ചോദിക്കുമ്പോൾ കണ്ണും തള്ളി വെള്ളം കുടിച്ച് മറുപടി പറയേണ്ടതല്ല CMൻ്റെ പദവി. CM എന്ന് വെച്ചാൽ ഇങ്ങനെ ആവണം, ലേറ്റസ്റ്റ് ആയിട്ട്. അങ്ങ് തമിഴ്നാട്ടിൽ ഞെരിപ്പായിട്ട് വിജയ് ഭരിക്കുമ്പോൾ ഇവിടെ കേരളത്തിൽ അതുക്ക് മേലായി VD താരമായിക്കൊണ്ടിരിക്കുകയാണ്. പൂക്കി അല്ല, VD സതീശൻ. അതാണ് നമ്മുടെ സ്വന്തം VD. ഇതിനിടയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എനിക്ക് നാട്ടിൽ നിന്നൊരു കമ്പി വന്ന് അമ്മായിയുടെ മോൾക്ക് എലിപ്പനി.
ഞാൻ ഉടനെ ചെല്ലണമെന്ന്. ഞാൻ പോട്ടെ. കെട്ടുണ്ടേ, നീ കൂടെ പോയാ സാധാരണ പനിയാണെങ്കിൽ ഞാൻ പോയില്ലായിരുന്നു. ഇത് എലിപ്പനിയല്ലേ, വല്ല രക്ഷയുണ്ടോ? കെട്ടുണ്ടേ, കെട്ടുള്ളേ, പുറകെന്ന് വിളിക്കല്ലേ മുതലാളി.